അഞ്ചൽ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഏട്ടിമൂട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തി അനധികൃതമായി വീട്ടിൽ വളർത്തുന്ന നായകളെ കൊണ്ട് സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. താമസിക്കുന്നതാണ്. ഇതുവഴി കുട്ടികൾ സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഒരു 10, 50, 100 പട്ടിയുണ്ട്. എല്ലാ പട്ടികളും ഈ റോഡിൽ തന്നെയാണ് കിടത്തയും എല്ലാം. ഇവനെ ഈ ഇടയ്ക്ക് പട്ടി ഓടിച്ച് അടുത്ത വീട്ടിൽ ഓടിക്കറിയില്ലേ, ആ വീടായിരുന്ന ഭാഗ്യമായി. അത് കഴിഞ്ഞ് ഇവന് കടയിൽ പോയ വഴിക്ക് ഇവനെ പട്ടി ഓടിച്ച് എന്നെ കടിക്കാൻ ഓടിച്ച് ഞാൻ കല്ല് പറക്കി എറിഞ്ഞ് ആണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവളെയും പട്ടി ഓടിച്ച് അങ്ങനെ അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം പഞ്ചായത്ത് നിന്നാലും എവിടെ നിന്നാലും എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവണം. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. 30-ൽ പരം നായകളെയാണ് നാട്ടുകാർക്ക് ഭീഷണിയായി അയൽവാസി വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഈ നായകൾ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്നതും പതിവ് കാഴ്ചയാണ്. ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഓരോരുത്തരും ഇറങ്ങുമ്പോഴത്തേക്ക് പട്ടി എല്ലാം കൂടെ ആളുകളെ കടിക്കാൻ ചെല്ലും. ബഹളം കേട്ടാണ് ഞങ്ങൾ ഈ പരിസരവാസികൾ ഓടിച്ചെല്ലുന്നത്. ഓടിച്ചാൽ പോലും പോകത്തില്ല. വീടിൻ്റെ പരിസരം മൊത്തവും നശിപ്പിച്ച് തൂറിയും ഭാര്യയും വിട്ട് മനുഷ്യന് ജീവിക്കാൻ മേലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ. പട്ടിയെ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതിന് മേലധികാരികളോട് വിവരം നമ്മൾ പറഞ്ഞിട്ടും അവർക്കൊരു നടപടിയുമില്ല. അന്വേഷണത്തിന് ഇവിടെ വന്നു, കലക്ടറേറ്റ് കൊടുത്തിട്ട് അവർ അന്വേഷണത്തിന് വന്നു. പക്ഷേ അന്വേഷണത്തിന് വന്നിട്ട് പോയിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുന്നു പോലും നമുക്കറിയത്തില്ല. ഇവിടെ പിന്നെ ആരും വന്നുമില്ല. പട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടുത്തത് വീണ്ടും പറ്റതേ ഇവിടെ കുറേ കുഞ്ഞുങ്ങളുമായിട്ട് കിടപ്പുണ്ടോ. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക്. നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഈ ഒരൊറ്റ വീടേ ഉള്ളൂ. ആ ഒരു കൂട്ടരെ കൊണ്ടുള്ള ശല്യമാണ് ഈ പരിസരത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പോലും മുറ്റത്തോട്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. കൂട്ടം കൂടി പട്ടികളെല്ലാം കൂടെ വരിക. ഈ വീട്ടിൽ ഒരു 10-20 പട്ടികൾ ഇപ്പോൾ കാണും. ഒരു കഴിഞ്ഞ വർഷം ഒരു 6 പട്ടി ഉള്ളപ്പം പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തതാണ്. അപ്പോൾ പഞ്ചായത്തുകാർക്ക് പേടി കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ്. ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഈ പട്ടിയുടെ പ്രശ്നം പറയാനാണ്. അന്ന് അവിടെ പോയി പറഞ്ഞു പോലീസുകാർക്ക് ഇതൊരു ചെറിയ വിഷയമായിരിക്കും, ഒരു 6 പട്ടിയുള്ളത്. പക്ഷേ അന്ന് അവർ നമ്മളെ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമാണെന്നും ഈ പിള്ളേർ ഇതുവഴി പോകുന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്. അങ്ങനെ ഒരു പട്ടിക്കൂട് ഇവിടെ അവർ കെട്ടി അതിനകത്തായിരുന്നു ഒരു 6 പട്ടിയുള്ളത്. പക്ഷേ ഇപ്പം വളരെ ശല്യം കൂടുതലാണ്. ഒരു 10-20 പട്ടിയെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പറ്റത്തില്ല. ആളുടെ ചീത്തവിളി ഞങ്ങൾ സഹിക്കണം. ഇവിടുന്ന് ഒരു 10-20 വീട്ടുകാരെങ്കിലും ഈ ഭാഗത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ശല്യമാണ് ഈ പട്ടികളെ കൊണ്ട്. ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ പട്ടി ഓട്ടിക്കും. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ പട്ടി ഓട്ടിച്ച്, എൻ്റെ ഉമ്മായെ പട്ടി ഓട്ടിച്ച്. ഭയങ്കര ശല്യമാണ്. സ്വൈര്യമായി ആർക്കും ഈ വീടിന്റെ മുന്നിലൂടെ റോഡിലൂടെ നടന്നു പോകുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി ഈ നായകളെ ഇവിടുന്ന് മാറ്റാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ അവിടുന്ന് നടന്നിങ്ങോട്ട് വരുമായിരുന്നു. വന്നപ്പോൾ പെട്ടെന്ന് പട്ടികൾ 4 എണ്ണം കടിക്കാനായിട്ട് പിറകെ ഓടി. പേടിച്ച് വേറൊരു വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് കയറിയത്. അവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പെട്ടെന്ന് അവർ ഇറങ്ങി വന്ന് അവർ പട്ടിയെ തിരിച്ച് ഓട്ടിച്ച് അതങ്ങ് പോയില്ലായിരുന്നെങ്കിൽ ആ പട്ടികൾ അവിടെ ഇട്ട് കടിച്ച് തന്നെ ജീവനോടെ കാണാൻ പറ്റത്തില്ലായിരുന്നു. 4 പട്ടികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഓടി വന്നത്. ഓടിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പട്ടികൾ അവിടെ ഇട്ട് കടിച്ച് കൊന്നേനായിരുന്നു. എൻ്റെ അടുത്തൊരാൾ ഒരു പട്ടി ഇവിടെ അതിൽ നടന്ന് വാട്ടിൻ്റെ കൂടെ കളിച്ച് നിന്ന് അതിനെ വളർത്തി, അത് പെറ്റ്, അത് പ്രസവിച്ച്, പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഒരു 10-25 എണ്ണം ഉണ്ട്. ആ പട്ടികൾ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാനോ ഒന്ന് കടയിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല. കുറച്ചും കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഒരെണ്ണം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നും പേടിയാകത്തില്ല. 4-5 ഒന്നിച്ച് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തു. കളക്ടറേറ്റിൽ കൊടുത്ത്, മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുത്ത്, പിന്നെ പഞ്ചായത്ത് കൊടുത്ത്, പോലീസിൽ കൊടുത്ത്, എല്ലാം കൊടുത്തു. ആരുടെയും ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം യുവതിയെയും സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഉള്ളവരെ ഈ വളർത്തുനായകൾ ഓടിച്ചിട്ട് കഴിക്കാൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരാതിയുമായി വരുന്നവരെ നായയുടെ ഉടമ ബിനു അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മൂലം പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഭയങ്കര പട്ടിശല്യ. പിന്നെ ചില സമയത്ത് എല്ലാം കൂടെ കുറച്ചുകൊണ്ട് ഇറങ്ങും, കടിക്കാൻ വരും. ഞാൻ ഒരു എറി കൊടുക്കും, അപ്പോഴങ്ങ് കയറി പോവും. ഭയങ്കര ശല്യം ഒരാൾ വളർത്തുന്നേ. പിന്നെ തന്നെയല്ല അവിടെ ആളില്ലാനോ ഉണ്ടായോ അവിടെ അതിൽ നടക്കാൻ മുതല ഭയങ്കര പാടെയാണ്. ഈ അയലത്തുള്ളവരെങ്ങനെ കഴിയുന്നു എന്തോ, ഭയങ്കര കഷ്ടമാണ്. അവർ വളർത്തുന്നെങ്കിൽ കൂട്ടിലിട്ട്, പുറത്തോട്ടിറങ്ങാതെ കൂട്ടിലിട്ട് വളർത്തണം, ആൾക്കാർക്ക് ശല്യമാവാതെ. ബിനുവിനെതിരെ നാട്ടുകാർ നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ അഞ്ചൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നായകളുടെ ഉടമ ബിനു അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡ് കഴിഞ്ഞ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയതും. നായകളും നായയുടെ ഉടമയും പ്രദേശവാസികൾക്ക് നിത്യവും ശല്യമുണ്ടാക്കുന്നുവെന്ന പരാതിയിൽ അടിയന്തരമായ നടപടി കാണാൻ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് കേരളം, കൊല്ലം.
ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.